Dear students, welcome to Hindi Chamber. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സിലബസ് +2 ഹിന്ദി ഇക്കായി 1 ചാപ്റ്റർ 3 മേരെ ഭാരതവാസിയോ എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് നമ്മുടെ വീഡിയോയുടെ ഒരു പ്രത്യേകത പറയാം. ഒരു കുട്ടി ക്ലാസ്സിലിരുന്ന് എങ്ങനെയാണോ ഹിന്ദി പഠിക്കുന്നത് അതുപോലെ തന്നെയുള്ള ഒരു ഫീലാണ് നമ്മുടെ വീഡിയോ ക്ലാസ്സിനുള്ളത്. കാരണം ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കണം, കയ്യിൽ ഇതുപോലെ ഒരു പെൻസിൽ കരുതണം. സെന്റൻസ് ബൈ സെന്റൻസ്, വേർഡ് ബൈ വേർഡ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക, മുകളിൽ അതിന്റെ മീനിങ് എഴുതിയെടുക്കുക. അങ്ങനെ ക്ലാസ്സിൽ അധ്യാപകന്റെ മുൻപിൽ ഇരുന്ന് എപ്രകാരമാണോ പഠിക്കുന്നത് അതുപോലെയാണ് നമ്മളുടെ വീഡിയോ ക്ലാസ്. അതുപോലെ മേരെ ഭാരതവാസിയോ എന്ന് പറയുന്ന ഈ ലെസൺ വളരെ ലെങ്തി ആയതുകൊണ്ട് ഇത് 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബോറടി ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുക, ഒരു പെൻസിൽ കരുതുക. 1947 के पहले 1947 मुൻപ് हमारे स्वतंत्रता सेनानियों ने भारत की स्वतंत्रता के लिए बहुत अधिक प्रयत्न किया. उनके प्रयत्नों के फल में 1947 अगस्त 15 को भारत स्वतंत्र हुआ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ദശാബ്ദങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ഭാരതീയരുടെ കഠിനാധ്വാനത്തിന്റെയും ആത്മത്യാഗത്തിന്റെയും ഫലമായിട്ട് 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭാരതത്തിനായിട്ട് തിരിച്ചു കിട്ടിയ ആ ദിവസം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കയ്യൊപ്പ് വെച്ച് സ്വീകരിച്ചുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങളോടായിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു ഭാഗമാണ്, ആ പ്രസംഗത്തിലെ ചില ഭാഗമാണ് മേരെ ഭാരതവാസിയോ എന്ന ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കാം. दशाब्दों की कोशिशों और लाखों के बलिदानों के परिणाम स्वरूप 1947 में ഭാരത് സ്വതന്ത്ര हुआ. ദശാബ്ദങ്ങളുടെ പരിശ്രമവും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആത്മത്യാഗത്തിന്റെയും പരിണത ഫലമായിട്ട് 1947 1947 കോ എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. 1947 മേം എന്ന് തിരുത്തി വായിക്കണം. 1947 ഓഗസ്റ്റ് മാസം 14 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഓഗസ്റ്റ് 14 അർദ്ധരാത്രി. 14 अगस्त की मध्य रात्रि की वेला में पंडित जवाहरलाल नेहरू ने तिरंगा फहराते हुए देश से जो अपील की थी वह देखे. 1947 ഓഗസ്റ്റ് മാസം 14 അർദ്ധരാത്രിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തിക്കൊണ്ട് ജനങ്ങളോടായിട്ട് ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രസംഗമാണ് നമുക്ക് പഠിക്കാനുള്ള മേരെ ഭാരത് വാസിയോ. കൈ വർഷവും പഹലെ, വർഷങ്ങൾക്ക് മുൻപ് हमने नियति को मिलने का एक वचन दिया था. നമ്മൾ വിധിക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു. और अब समय आ गया है कि हम अपने वचन को निभाएं. ഇപ്പോൾ ആ വാക്ക് പാലിക്കുവാനുള്ള സമയമെടുത്തിരിക്കുന്നു. പൂരി തരഹിന സഹി, പൂർണ്ണമായിട്ടും അല്ലെങ്കിലും लेकिन बहुत हद तक आज रात 12 बजे जब सारी दुनिया सो रही होगी. ഇന്ന് രാത്രി 12 മണിക്ക് जब सारी दुनिया सो रही होगी
ലോകം മുഴുവനും ഉറങ്ങിയിട്ടുണ്ടായിരിക്കാം. ഭാരത് ജീവൻ ഔർ സ്വതന്ത്രത കി നയി സുബഹ കി സാത്ത് ഉഠേഗ. ഭാരതത്തിലെ ഓരോ ജനങ്ങളും നാളെ പുതിയ സൂര്യോദയത്തോടൊപ്പം ഉണരും. ഏക് ഐസാ ക്ഷണ ജോ ഇതിഹാസ് മേ ബഹുത് ഹി കം ആതാ ഹെ. ഇങ്ങനെ ഒരു നിമിഷം ചരിത്രത്തിൽ വളരെ കുറച്ചു മാത്രമേ ലഭിക്കുകയുള്ളൂ. ജബ് ഹം പുരാനെ കോ ജോഡ് നയേ കി തരഫ് ജാത്തെ ഹേ. നമ്മൾ പഴയത് ഉപേക്ഷിച്ച് പുതിയതിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ജബ് ഏക് യുഗ കാ അന്ത് ഹോത്താ ഹേ. ഒരു യുഗത്തിന്റെ അവസാനം സംഭവിക്കുമ്പോൾ और जब वर्षों से शोषित एक देश की आत्मा വർഷങ്ങളായിട്ട് ചൂഷണത്തിന് വിധേയമായി തീർന്ന ഒരു രാജ്യത്തിന്റെ ആത്മാവ് അപ്പനെ ബാത്ത് കഹസക്തി ഹേ, തങ്ങളുടേതാകുന്ന കാര്യങ്ങൾ പറയാൻ ഒരുങ്ങുന്നു. യഹ് ഏക് സംयोग है कि ഇത് ഏക് സംयोग है कि ഇതൊരു നിയോഗമാണ്. इस पवित्र मौके पर हम समर्पण के साथ खुद को भारत और उसकी जनता की सेवा. ഈ പവിത്രമായ അവസരത്തിൽ നമ്മൾ സമർപ്പണ ഭാവത്തോടുകൂടി खुद को भारत और उसकी जनता की सेवा, സ്വയം ഭാരതത്തോടും ഭാരതത്തിലെ ജനങ്ങളെയും സേവ और उससे भी बढ़कर സേവനം ചെയ്യുകയും उससे भी बढ़कर सारी मानवता की सेवा करने के लिए प्रतिज्ञा ले रहे हैं. और उससे भी बढ़कर അതിനേക്കാൾ മുഴുവൻ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്ന ഒരു അസുലഭ സന്ദർഭമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്.